സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് പരസ്പരം പഴിചാരി റഷ്യയും യുക്രൈനും. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. അലാസ്കയിലെ ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ 2ാം ഘട്ട ചർച്ചകൾക്കായുള്ള ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് റഷ്യയുടെയും യുക്രൈന്റെയും ഭാഗത്തു നിന്ന് വരുന്നത്. പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്കായി ഇനിയും ഒരു അജണ്ട തയ്യാറായിട്ടില്ലെന്ന് റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ സെർജി ലവ്റോവ് പറഞ്ഞു. ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നോ പറയുന്ന ഒരു സമീപനമാണ് സെലൻസ്കിയുടേതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഉച്ചകോടിക്കുള്ള അജണ്ട തയ്യാറാക്കുമ്പോൾ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ പുടിൻ തയ്യാറാണ്. കഴിഞ്ഞയാഴ്ച നടന്ന US റഷ്യ ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച നിരവധി വിഷയങ്ങളിൽ റഷ്യ അയഞ്ഞുകൊടുക്കുവാൻ സമ്മതിച്ചതായി ലവ്റോവ് പറഞ്ഞു. എന്നാൽ ട്രംപുമായും യൂറോപ്യൻ സഖ്യകക്ഷികളുമായും വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചകളിൽ യുക്രൈൻ അതേ സമീപനം കാണിച്ചില്ലെന്ന് ലവ്റോവ് ആരോപിച്ചു. അതേസമയം 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ധാരണയായില്ലെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞു. എന്നാൽ പുടിനുമായുള്ള ഉച്ചകോടി നടക്കാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും റഷ്യ തുടരുകയാണെന്ന് സെലൻസ്കി ആരോപിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.